ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എന്തൊക്കെ ഫാക്ടേഴ്സാണ് തെർമൽ സ്റ്റെബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഫാക്ടർ എങ്ങനെ നമുക്കൊരു ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടിക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തേത്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് BJTനെ അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റീനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ടർ ICനെ ടെമ്പറേച്ചർ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് IC. അതായത് നമുക്ക് ICയുടെ ഇക്വേഷൻ നമുക്കറിയാം, ബീറ്റ IB പ്ലസ് IC. നമ്മൾ ആദ്യം മുതൽ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. അല്ലെങ്കിൽ ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO. അപ്പോൾ ഈ ICBO എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ICയുടെ ഇക്വേഷൻ നമ്മൾ നോർമലി നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയുന്നത്? ബീറ്റ IB എന്നേ പറയത്തുള്ളൂ. കാരണം എന്താ? ഇൻപുട്ടിൽ IB എന്നൊരു കറണ്ട് വരുന്നുണ്ട്, ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ, അപ്പോൾ ബീറ്റ IB എന്ന് കിട്ടി IC. എന്നാൽ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ IB പ്ലസ് ICEO എന്നല്ല ഇക്വേഷൻ. എന്താ ഈ ICEO എന്ന് പറയുന്നത് അല്ലെങ്കിൽ ICBO എന്ന് പറയുന്നത്? ലീക്കേജ് കറണ്ടാണ് അല്ലേ. ലീക്കേജ് കറണ്ട് ആര് കാരണമാണ് ഉണ്ടാകുന്നത്? റിവേഴ്സ് ബയാസിങ്ങിലെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, റിവേഴ്സ് ബയാസിങ്ങിൽ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ വഴിയാണ് അല്ലെങ്കിൽ തെർമൽ എനർജി വഴിയാണ്. അപ്പോൾ IC എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് IC കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ലീക്കേജ് കറണ്ട്. ലീക്കേജ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റേബിൾ ആവണം എങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? IC എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല? ഈ ലീക്കേജ് കറണ്ടിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അനുസരിച്ച് വേരി ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ വേരി ചെയ്തു, അപ്പോൾ ICBOയിൽ വേരിയേഷൻ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ICBOയിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ICയിൽ വേരിയേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെബിലൈസിങ് അല്ലെങ്കിൽ ബയാസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ മീനിങ് ICനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക ഏത് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാലും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതിന് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? IC ഏതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല? ഈ ബീറ്റ അല്ലെങ്കിൽ ഈ ICEOനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആക്കുക. ഓക്കെ. രണ്ടാമത്തെ, ഇൻഡിവിജ്വൽ വേരിയേഷൻ. ഇൻഡിവിജ്വൽ വേരിയേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരേ മാനുഫാക്ചർ തന്നെയാണ് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഒരിക്കലും രണ്ട് ട്രാൻസിസ്റ്ററുകളുടെ ബീറ്റ വാല്യൂ സെയിം ആകണമെന്നില്ല. ഒരു ട്രാൻസിസ്റ്റർ മേടിക്കുമ്പോൾ ഉടനെ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഉടനെ അതിൻ്റെ ബീറ്റ വാല്യൂ ഡിറ്റർമിൻഡാണ്. അതുപോലെ VB വാല്യൂ ഡിറ്റർമിൻഡാണ്. ബീറ്റയും VBയും എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും സെയിം ഒന്നുമല്ല. അത് ചെറിയ പോയിന്റുകളുടെ വ്യത്യാസമായിരിക്കും. ഒരേപോലത്തെ സെയിം കമ്പനി ഉണ്ടാക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ആണെങ്കിൽ പോലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ പറയുകയാണ്, ഈ IC ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറ്റി? IC ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറൊരു ട്രാൻസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ IC വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും, വേറൊരു ട്രാൻസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ VB വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വാല്യൂ വ്യത്യാസം വന്നില്ല ICയുടെ വാല്യൂ. അപ്പം ഇൻഡിവിജ്വൽ വേരിയേഷൻ വന്നപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ICക്ക് വ്യത്യാസം വരിക. മനസ്സിലായോ? അതിന് കാരണം എന്താ? IC ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാ? ബീറ്റാനെ അതല്ല നമ്മളിവിടെ കണ്ടേ. IC ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല നമ്മളിവിടെ കണ്ട. ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതി നമ്മൾ ആക്കും. അത് നമ്മൾ ബയാസിങ്ങിൽ നമ്മൾ ചെയ്യും. ബയാസിങ് കഴിയുമ്പോൾ ICയുടെ ഇക്വേഷനിൽ എന്ത് മാത്രമേ പാടുള്ളൂ? ഈ IBയും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഫാക്ടേഴ്സ് ഒന്നും കാണാൻ പാടില്ല. ഈ ബീറ്റ ഫാക്ടേഴ്സ് ഒന്നും കാണാൻ പാടില്ല. മനസ്സിലായോ? അതാണ് നമ്മുടെ ഉദ്ദേശം. അത് നമ്മൾ ബയാസിങ് നമ്മൾ വളരെ വിജയമായിട്ട് നമ്മൾ ചെയ്യും. അത് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഓർത്ത് വെക്കുക, ബീറ്റാനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ട്രാൻസിസ്റ്റർ മാറുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കറണ്ടിന് വ്യത്യാസം വരും. ഓക്കെ. ദെൻ മൂന്നാമത്തേത് രസമുള്ള ഒരെണ്ണമാണ് തെർമൽ റണ്ണവേ. എന്താ ഈ തെർമൽ റണ്ണവേ എന്ന് പറയുന്നത്? നമുക്കറിയാം IC = ബീറ്റ IB പ്ലസ് ബീറ്റ പ്ലസ് 1 ഇൻറ്റു ICBO എന്നറിയാം. ടെമ്പറേച്ചർ കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നാ പറ്റും? അവിടുത്തെ ലീക്കേജ് കറണ്ട് കൂടത്തില്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ മൈനോറിറ്റി ചാർജ് ഏരിയസും കൂടും, അപ്പോൾ ലീക്കേജ് കറണ്ട് കൂടും. അപ്പോൾ ICBO കൂടി. ICBO കൂടിയെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് പറയാമല്ലോ IC കൂടിയെന്ന്. കളക്ടറിലെ കറണ്ടാണ് കൂടുന്നത്. കളക്ടറിൽ കൂടുതൽ ചാർജ് കാരിയേഴ്സ് വന്നു, അപ്പോൾ ടെമ്പറേച്ചർ കൂടുമില്ലയോ ട്രാൻസിസ്റ്ററിൻ്റെ? ഉറപ്പായിട്ടും കൂടും. കാരണം കളക്ടറിൽ ഒരുപാട് ചാർജ് കാരിയേഴ്സ് വരുവാണ്. ചാർജ് കാരിയേഴ്സ് ഒരുപാട് വരുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വീണ്ടും എന്ത് കൂടും? ICBO കൂടും. അപ്പോൾ വീണ്ടും എന്ത് കൂടും? IC കൂടും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ICBO കൂടും. മനസ്സിലായോ പറഞ്ഞേ?
ഇങ്ങനെ ഈ ഒരു ചെയിൻ ഇങ്ങനെ ഉണ്ടായിട്ട് അവസാനം ആ ട്രാൻസിസ്റ്റർ കത്തിപ്പോവും. അതാണ് ഇവിടെ പറയുന്നത്. ആ ട്രാൻസിസ്റ്റർ അവസാനം ചാരമായിട്ട് പോകുന്നു. അതായത് ICBO എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ICBO ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ICBO കൂടുന്നു, അതിന് കറസ്പോണ്ടിങ് IC കൂടുന്നു, അതിന് കറസ്പോണ്ടിങ് വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നു, പിന്നെ അതിന് കറസ്പോണ്ടിങ് ICBO കൂടുന്നു. അങ്ങനെ കൂടി 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 അവസാനം അവിടെ ചാരം മാത്രമാവും, ട്രാൻസിസ്റ്റർ കാണില്ല. മനസ്സിലായി? ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് തെർമൽ റണ്ണവേ. മനസ്സിലായോ? അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ഈ IC ആരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കണം, ഈ ലീക്കേജ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആക്കണം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി ഫാക്ടർ? സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയേഷൻ ഓഫ് കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ലീക്കേജ് കറണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റെബിലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ ലീക്കേജ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കളക്ടർ കറണ്ട് വേരി ചെയ്യുവാണെങ്കിൽ അത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സ്റ്റേബിൾ അല്ല. അതിന് കാരണം നമ്മൾ പഠിച്ചു. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു, തെർമൽ റണ്ണവേ ഉണ്ടാകുന്നു, ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ എവിടെ കണ്ടു ഇല്ലേ? അതായത് ലീക്കേജ് കറണ്ട് വേരി ചെയ്യുമ്പോൾ DIC/DICO എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ലീക്കേജ് കറണ്ട് എന്നാ. അപ്പോൾ വാട്ട് ഈസ് ലീക്കേജ് കറണ്ട്? ലീക്കേജ് കറണ്ടിൻ്റെ ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് കളക്ടർ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നതാണോ നല്ലത്, ഉണ്ടാവാതിരിക്കുന്നതാണോ നല്ലത്? ചേഞ്ച് ഉണ്ടാവാതിരിക്കുന്ന നല്ലത്. കാരണം ലീക്കേജ് കറണ്ടിനെ ഡിപ്പെൻഡേ ചെയ്യാതെന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം കളക്ടർ കറണ്ടിനെ ഡിപ്പെൻഡൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ലോ ആയിരിക്കണം ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഐഡിയൽ കേസിൽ അത് 1 ആയിരിക്കും. ആ സമയത്ത് IBനെയും ബീറ്റേനെയും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വേണം ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമ്മുടെ ഉദ്ദേശം എന്താണ്? ലീക്കേജ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യരുത് കളക്ടർ കറണ്ട്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. ചേഞ്ച് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ലോ. ആ ലോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് സർക്യൂട്ട് ഈസ് ഗുഡ്, അല്ലെങ്കിൽ ദാറ്റ് ബയാസിങ് സർക്യൂട്ട് ഈസ് ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലീക്കേജ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കളക്ടർ കറണ്ടിനെ നമ്മൾ ആക്കണം. ലീക്കേജ് കറണ്ടിന് വേരിയേഷൻ അനുസരിച്ച് കളക്ടർ കറണ്ടിന് ഉണ്ടാകുന്ന വേരിയേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഈ S എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ആ സമയത്ത് ബേസ് കറണ്ടിനെയും ബീറ്റേനെ എന്ത് ചെയ്യണം? നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, ദെൻ കളക്ടർ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് IC = ഇക്വേഷൻ നമുക്കറിയാം, βIB + β+1 × ICO. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, DIC/DIC നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? βDIB/DIC + β+1 DICO/DIC കിട്ടും. നമുക്കിതല്ല വേണ്ടത്, ഇതിൻ്റെ റിവേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. അപ്പം ഇതിനെ മാത്രം നമ്മളിവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കൊണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഇതെന്ന് പറയുന്ന 1/s ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ 1/s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബാക്കി നമ്മൾ S = നമുക്ക് എന്ത് കിട്ടി? β+1/1 - βDIB/DIC എന്ന് കിട്ടി. അതായത് ചേഞ്ച് ഇൻ ബേസ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയതാണ് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ എത്ര ആണെന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു. വി വിൽ ഡിസ്കസ് മോർ അബൌട്ട് ദ biasing circuits, some biasing circuits, for example base resistor method, voltage divider method in the next class. So stay happy. Thank you all.